പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പ്രസന്റ് ചെയ്യുന്നത് EMSന്റെ +2 ഹോം സയൻസിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 20ാമത്തെ ചാപ്റ്റർ അഡോളസൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% നിങ്ങൾ മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം വരുന്നവർക്ക് ഇംഗ്ലീഷിൽ എക്സാം എടുക്കുന്നവർക്ക് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത്. ആൻസർ ഞങ്ങൾക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും പിന്നെ 1 മാർക്കിൻ്റെയാണ്. നമുക്കറിയാം പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ കുറിച്ച് 20 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റ് ഉണ്ടാവും, ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വളർത്തുകയാണ്. അതിൻ്റെ ആൻസറും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 8 വേർഡാണ് നമ്മൾ എഴുതിയത്. ഓരോന്നിനും ഓരോ മാർക്ക്. ഫസ്റ്റ് അഡോളസൻസ് ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ. ഈ പ്രായപൂർത്തിയാകുന്ന ആളുകളുടെ പീരിയഡ് എന്ന് പറയുന്നത് ഏത് വയസ്സിൻ്റെയും ഇടയിലാണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ചോദ്യം വരുന്നത്. ചൈൽഡ്ഹുഡാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ചൈൽഡ്ഹുഡാണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതായത് ഈ യൗവന കാലഘട്ടത്തിലും ബാല്യകാലഘട്ടത്തിലും അതേപോലെ തന്നെ യൗവന കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഈ അഡൾട്ട്ഹുഡ് വരുന്നത്. രണ്ടാമത് അഡോളസൻസ് ബിഗിൻ ആൻഡ് എൻഡ് ബിഗിൻ. അഡോളസൻസ് ആരംഭിക്കുന്നത് അവസാനിക്കുമ്പോഴാണ് 11 വയസ്സിൽ തുടങ്ങി 18 വയസ്സിന് അവസാനം. അടുത്ത ഫസ്റ്റ് സൈൻ ഓഫ് പോവർട്ടി എന്നത് പെൺകുട്ടികളിൽ ഈ പ്രായപൂർത്തിയാകുന്നതിൻ്റെ ഫസ്റ്റ് അടയാളം എന്താണ് എന്നുള്ളതാണ്. ഓൺസെൻസ് ഓഫ് മെൻസ്ട്രേഷൻ, മെൻസസ് ഉണ്ടാകുക, ആർത്തവം ഉണ്ടാകുക എന്നുള്ളതാണ്. നാലാമത് ഫസ്റ്റ് സൈൻസ് ഓഫ് പുബർട്ടി എന്നത് ബോയ്സ്. ഇതേപോലെ ആൺകുട്ടികളുടെ പ്രായപൂർത്തിയാകുന്നതിൻ്റെ അടയാളം എന്താണ്? അവർക്ക് ഡോക്ടർ ഇമോഷനാണ്, രാത്രികാല ഉദ്യമനാണ് അവർ വരുന്നത്. രാത്രികാലങ്ങളിൽ അവർ അനുഭവപ്പെടുന്ന ഉദ്യമനാണ്. അഞ്ചാമത് ഇയർലി മെച്ചുറിംഗ് ഗേൾ ഫീൽ ചെയ്യുന്നത് എന്താണ്? കൺസൈസ് ആൻഡ് ഓർഡർ, ബോധവും വിചിത്രവുമാണ്. ആറാമത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡു നോട്ട് ഗെറ്റ് അറ്റൻഷൻ ഫ്രം ദി ബോയ്. ആൺകുട്ടികളുടെ ഇടയിൽ അറ്റൻഷൻ ഇല്ലാത്ത ഏതാണ്? എന്തായിരിക്കും അത് വരിക? അതിൻ്റെ ആൻസർ വരുന്നത് ലൈഫ് മെച്ചുറിംഗ് ഗേൾ ആണ്. അടുത്തത് എവൻലി ബോയ്സ് ദി ചൂസൺ ലീഡർ ആർ ഡാഷ്. എവൻലി ബോയ്സ് ദി ചൂസൺ ലീഡർ ആർ എയർലി മെച്ചുറിംഗ്. അല്ലേ, ആദ്യത്തിൽ പക്വത ഉണ്ടാകും. അല്ലേ. അടുത്തത് അഡോളസൻസ് യൂഷ്വലി ഡു നോട്ട് റിലേ ഓൺ ദ ഇൻഫർമേഷൻ അബൌട്ട് സെക്സ് ഗ്രാൻഡ് പാരൻസ്. അല്ലേ, പ്രായപൂർത്തിയ ആളുകൾ ഒരിക്കലും എത്തിയിട്ടില്ല ഗ്രാൻഡ് പാരൻസ്, അല്ലേ, മുത്തച്ഛനും മുത്തശ്ശനിൽ നിന്നൊന്നും സെക്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുന്നുണ്ടാവും. ഇത്രയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ചോദിക്കാം. NSN SSLC +2 വിവിധ വിഷയങ്ങളുടെ ക്ലാസ്സുകൾക്ക് എല്ലാ വിഷയങ്ങളുടെ ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് നിങ്ങളുടെ ജില്ലയിൽ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ എല്ലാം ഫ്രീ ആണ്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവിന് വരുമ്പോഴത്തേന് എക്സാം എഴുതാൻ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2, അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വരുന്ന കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.